ഹായ് ഹലോ, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പലർക്കും അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ എത്ര കഴിക്കാത്തവരും ഒന്ന് ടേസ്റ്റ് ചെയ്യും. കാരണം അത്ര നല്ല ടേസ്റ്റാണ് ഈ ഉപ്പുമാവിന്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഒരു അടി കട്ടിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറാണ് എടുത്തേക്കണത്. അപ്പം ഒന്ന് ഇളക്കാനും കുറച്ച് വൈഡായിട്ടുള്ള പാത്രമാണെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഉള്ളി എന്ന് പറഞ്ഞാൽ സവാള നീളത്തിലരിഞ്ഞതും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. അതിന് മുൻപ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നിച്ചിട്ടാലും കുഴപ്പമില്ല. ഞാൻ ആദ്യം ഇഞ്ചി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കാണ് നമ്മൾ സവാളയും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇത് കൊത്തി അരിഞ്ഞ സവാളയാണ്, ഒരുപാട് കനം കുറച്ചിട്ടല്ല. നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ കുറച്ചുകൂടി കനം കുറച്ച് അരിയുമല്ലോ, ആ രീതിയിലാണ് സവാള അരിഞ്ഞിരിക്കുന്നത്. അതും പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഉപ്പുമാവ്. പൊതുവേ ഞാനും ഉപ്പുമാവ് കഴിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ ഞാനിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പം കുട്ടികൾക്കും വീട്ടിലും എല്ലാവർക്കും അത്ര നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണിത്. ഇത് ഒരുപാട് വഴറ്റാൻ നിൽക്കണ്ട. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂണാണ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. പണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ലായിരുന്നു. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തേങ്ങയും ഒന്നും ചേർക്കാറില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ ചേർത്തപ്പോഴാണ് കറക്റ്റായിട്ടൊരു ടേസ്റ്റ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ 2-3 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഒന്ന് ചേർത്തെടുക്കുക. അത് ഒരുപാട് വഴറ്റുകയോ മൂപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. അങ്ങനെ അതും കൂടി ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്ത റവയാണ്, എങ്കിലും ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എത്ര റോസ്റ്റ് ചെയ്തിട്ട് വരുന്ന റവയാണെന്ന് പറഞ്ഞാലും ആ സമയത്ത് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു മണവും ഒരു രുചിയും തന്നെയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫ്രഷ് ആയിട്ട് തന്നെ റോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതും കുറച്ച് ആ ഒരു റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മണം വരുന്നത് വരെ ഇങ്ങനെ ഒന്ന് റോസ്റ്റ് ആക്കുന്നുണ്ട്. ഞാനിപ്പോൾ ചെയ്തപ്പോൾ ഒരിത്തിരി ഒന്ന് ഓവറായിട്ടൊന്ന് റോസ്റ്റ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ വലിയ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ നമ്മൾ സോക്ക് ചെയ്യാനൊക്കെ ഇടുന്ന ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഒന്ന് ചേർക്കുമ്പം ഒരു പ്രത്യേക മണവും പിന്നെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉഴുന്നങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത്, ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. മറ്റേ നോർമൽ വാട്ടർ ആരും ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ആവശ്യം പോരാന്ന് തോന്നുകയാണെങ്കിൽ, ഞാനങ്ങനെ അളവ് വെച്ചിട്ടല്ല വെള്ളം ഒഴിച്ചത്, ഒന്ന് ഡ്രൈ ആവണ അനുസരിച്ച് കുറച്ചുകൂടി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യുന്ന പോലെ ഒന്ന് എടുത്തിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഇതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇല്ല, ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ടീസ്പൂൺ നെയ്യും കൂടി അവസാനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. എന്നിട്ട് തുറന്നിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുക എല്ലാം കൂടി. അപ്പം നല്ല മണവും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉപ്പുമാവാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളാണ്, പക്ഷേ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ ഒന്ന് കൊടുത്തു നോക്കുക. ഈ ഒരു ഉപ്പുമാവ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഉപ്പുമാവാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.